ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് രാവിലെയും ഇപ്പോൾ എന്താ പറയുക ബഹുമാനപ്പെട്ട തങ്ങളുടെ വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയ പിന്തുണ തേടിയിട്ട് വ്യക്തിപരമായ അൻവറിൻ്റെ മുന്നണി പ്രവേശനമോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടതല്ല. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും പറയുന്നു, ഈ വനമേഖലയിലുള്ള മനുഷ്യരുടെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം, അതിലേറെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമസഭയിൽ വരുന്ന നിയമ ഭേദഗതി, ഈ രണ്ട് കാര്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിന്തുണ, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ, അതിൻ്റെ ഉന്നതനായൊരു നേതാവ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ വിഷയത്തിൻ്റെ ഗൗരവം അവർക്ക് അറിവുള്ളതാണ്. എന്നാലും ആ നാട്ടിൽ ജീവിക്കുന്ന, മലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിൻ്റെ വിശദീകരണം അദ്ദേഹത്തോട് നടത്തുകയും പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ, ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും UDFൻ്റെയും പൂർണ്ണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും. നിയമസഭയിൽ ഈ ബില്ലിനെ എതിർക്കാനുള്ള എല്ലാ നടപടികളുണ്ടാകും. അതിൻ്റെ മുമ്പായിട്ട് പാർട്ടിപരമായിട്ട് വല്ല സമരങ്ങൾ അവരാലോചിക്കുന്നുണ്ട്. ഇത്രയേ ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല ആര് ഇതിൽ സമരം നടത്തിയാലും ഞാൻ അതിൽ പോയി നിൽക്കുന്നത്. പിന്നെ സംയുക്തത്തിൻ്റെ പ്രശ്നം എന്താ? ഈ വിഷയത്തിൽ ആര് സമരം നടത്തിയാലും അതിന് ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ കൂട്ടിയാൽ നിൽക്കും. പക്ഷേ അതിൽ എന്താ പറയുക, വസ്തുത ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അത് ആളെ പറ്റിക്കാനും സമരം ഈ നാട്ടിൽ നടക്കലുണ്ട്. അതിന് അന്വറിനെ കിട്ടൂല. അവർ നിലപാട് വ്യക്തമാക്കിയിട്ടൊരു സമരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിൻ്റെ ഇപ്പോൾ ഞാൻ പോകും. അതിന് തർക്കമൊന്നുമില്ല. താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അതിന് UDF എന്നൊരു സംവിധാനമാണ് പ്രാപ്തമാവുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ്. പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിസത്തിൻ്റെ ബാക്കി പത്രമാണല്ലോ ഈ പറയുന്നതൊക്കെ. ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ? ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് വനത്തിൻ്റെ വലിയ എന്താ പറയുക ഓണർഷിപ്പ് ഉള്ളത്. സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെൻമെൻറ്റ് വരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്ന ആരാ അവിടെ? UDF ആണ്. ആ പരിശ്രമത്തോടൊപ്പം ഞാൻ നിൽക്കും. കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ട് എന്താ അതിൽ കാര്യം? കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യലുള്ളൂ. അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇത്തരം കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തതാണ് ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ധൈര്യമില്ല. ഈ ലോകത്തെ മുഴുവൻ പുഴയും ഫോറസ്റ്റിൻ്റെതാക്കുക, ഫോറസ്റ്റുകാർക്ക് അമിതാധികാരം കൊടുക്കുക, CRPCയുടെയും IPCയുടെയും പവർ ഫോറസ്റ്റുകാർക്ക് കൊടുക്കുക. മിനിയാന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിങ്ങൾ കണ്ട? ആരാ കൊണ്ടുപോയത്? പോലീസാണ്. ഈ ഭേദഗതി പാസ്സായാൽ ആ സ്ഥാനത്ത് വരിക DFOവും BCCFും ഇവിടുത്തെ ഫോറസ്റ്റുകാരും അവരുടെ ജീപ്പും അവരുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അവരുടെ വാച്ച് ഓഫീസർമാരും എൻ്റെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ കുഞ്ഞാട്ടി സാഹിബിൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞാട്ടി സാഹിബിനെ പൊക്കിയവർക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കണം, ആ ശക്തമായ അമെൻമെൻറ്റാണ് വരാൻ പോകുന്നത്. ആ ഓവർ പവറാണ് കൊടുക്കാൻ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല. ഇന്ത്യയിലെ മറ്റ് 10-28 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ വനമുണ്ട്. അവിടെ പോലും ഇല്ലാത്ത നിയമം 70% ഫോറസ്റ്റായ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത്, കുരങ്ങ് കൊണ്ട് തിരുവനന്തപുരത്തും ഹൈക്കോടതി പോലും പകൽ സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ വാതിലടച്ചിട്ടുണ്ട് ഗതികേടുള്ള ഈ നാട്ടിലേക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്രയാണ്? അപ്പോൾ അതിൽ പിന്തുണ വാങ്ങാനും ഇതിൻ്റെ സീരിയസ്നെസ് പറയാനാണ് വന്നത്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ് ഉൾക്കൊണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. KPCC പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. UDF കൺവീനറും പ്രതിപക്ഷ നേതാവുമായ VD സതീശനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ നേരിൽ കാണുന്നുണ്ട്. ഇന്ന് തൊട്ട് 2-3 ദിവസം ഈ യാത്രയിലാണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പൊന്നാര ചങ്ങാതിമാരെ, ഇത് കുറെ പറഞ്ഞാലോ. അത് കഴിഞ്ഞത് ഇവിടെ പ്രശ്ന രാഷ്ട്രീയമല്ല. നിങ്ങൾ ആ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ മനുഷ്യന്മാർ ജീവിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ വേറെ കൊണ്ടുവന്ന് ഞാൻ മറുപടി പറയില്ല. ഞാൻ പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞു. പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അടുത്ത തവണയും താങ്കൾ തന്നെ നിലമ്പൂരിൽ MLA ആവുക എന്നത് പ്രധാനമല്ലേ? ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ചിലപ്പോൾ ആവില്ല. അതിനെന്താ നിങ്ങൾ ബേജാറാണെന്ന്? എനിക്കില്ലാത്ത ബേജാറിനാണ്. എന്തിനാ? ഹു വാണ്ട് ദിസ്? ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വിളിച്ചിട്ട് ആരെയാണോ അവൈലബിൾ ആളുകളെ പോയി കാണും. എത്രയും പെട്ടെന്ന് നാളെ പറ്റിയ നാളെ, ഇന്ന് പറ്റിയത് എവിടെയാണ് ഇവരൊക്കെ നിൽക്കുന്നത് അന്വേഷിച്ചിട്ട് നമുക്ക് പറയാം.